Stereoisomerism in coordination compound. You can see there are two types of isomerism, that is a structural isomerism and a stereoisomerism. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മൂന്നാല് ടൈപ്പ് ഉണ്ട്. എന്തൊക്കെയായിരുന്നു? അയണൈസേഷൻ ഐസോമെറിസം, കോർഡിനേഷൻ ഐസോമെറിസം, ഹൈഡ്രേറ്റ് ഐസോമെറിസം, അല്ലേ? 5 6 A B C D E F, അല്ലേ? 6 ടൈപ്പ് നമ്മൾ കണ്ടു. കോർഡിനേഷൻ പൊസിഷൻ ഐസോമെറിസം, അത് നമ്മളിലേക്ക് വന്ന് സ്റ്റീരിയോ ഐസോമെറിസം. ആൻഡ് വി ഹാവ് ബീൻ ലുക്കിംഗ് ഇൻടു ദി സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സസ്. 4 കോർഡിനേറ്റ് കോംപ്ലക്സിന്റെ കേസിൽ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സസ് ഓഫ് ദി പ്ലാറ്റിനം ഒക്കെയാണ് സാധാരണഗതിയിൽ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത്. സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സസ് ആർ ദ മോളിക്യൂൾസ് ആർ പ്ലാനാർ and the 4 ligands are placed at the center of the 4 corners of a square. And if you have a ML4 or ML3L dash, in such a case there is no possibility of isomerism, that is whatever may be the position of L dash. In this case all these complexes are same, that is L dash can be here, here, here or here, whatever it may be. ഒന്നിച്ചല്ലേ ഓരോന്നായിട്ട് വന്നാലേ അതിന് യാതൊരു വ്യത്യാസം ഉണ്ടാകില്ല. നമുക്കറിയാം ഇതൊരു പ്ലാനാർ മോളിക്യൂൾ ആണ്, ഇറ്റ് ക്യാൻ ബി റൊട്ടേറ്റഡ്. ബട്ട് ഇഫ് വി ഹാവ് എ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സ് വിത്ത് ML2L-2, നമ്മൾ അതാ എക്സാമ്പിൾ കണ്ടത്. ML2L-2 എന്തായിരുന്നു അത്? ദാറ്റ് ഈസ് എ ഡൈഅമീൻ ഡൈക്ലോറോ പ്ലാറ്റിനം 2 പോലെയുള്ള മോളിക്യൂൾസ്. അവിടെ നമ്മൾ നിർത്തിയത് കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലേ? പ്ലാറ്റിനം രണ്ട് അമോണിയ ലിഗൻസ്, രണ്ട് ക്ലോറൈഡ് ലിഗൻസ് ആയിരിക്കുകയും മോളിക്യൂൾ പ്ലാനാർ ആയിരിക്കുകയും ചെയ്യുമ്പോൾ you can see that there are two different possibility of arrangement of the 4 ligands around the platinum metal, platinum atom. That is, the 2 chlorides can be cis to each other. And chloride system and ammonium cis ആയിരിക്കും, or the 2 chlorides may be trans to each other. അപ്പോൾ സ്വാഭാവികമായിട്ടും അമോണിയയും ട്രാൻസ് ആയിരിക്കും. And this is a typical example for geometrical isomerism in square planar complexes with the formula നമ്മൾ സാധാരണഗതിയിൽ MA2B2 എന്ന് പറയും. A2B2 എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈപ്പ് ലിഗൻഡ്, ഈ ഒരു ടൈപ്പ് ലിഗൻഡ്, എല്ലാ ടൈപ്പ് ലിഗൻഡും, എല്ലാ ലിഗൻഡ് 4 ലിഗൻഡും ഒന്നാങ്കിൽ നമ്മൾ MA4 എന്ന് പറയും. എല്ലാ ഇപ്പം പ്ലാറ്റിനവും 4 ക്ലോറൈഡും അല്ലെ പ്ലാറ്റിനവും 4 അമോണിയും എന്നൊക്കെ പറഞ്ഞാൽ ഈ ടൈപ്പാണ്. മനസ്സിലായി? എന്ന് പറഞ്ഞാൽ ലിഗൻഡിനെ സൂചിപ്പിക്കാൻ വേണ്ടി പറയുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ MA3B 3 ലിഗൻഡ് ഒരുപോലെയും 3 അമോണിയും 1 ക്ലോറൈഡും, അല്ലെ 3 ക്ലോറൈഡും അമോണിയും. അങ്ങനെ വരുമ്പോഴും ജോമെട്രിക് ഐസോമെറിസത്തിന് യാതൊരു പോസിബിലിറ്റിയും ഇല്ല. ബട്ട് ഇഫ് യു ഹാവ് a complex with the formula MA2B2, that is of the 4 ligands 2 are from one type, other 2 are of another type, then there is a possibility of this type of isomerism. We can say these 2 molecules are different from each other, no doubt, because here the 2 chlorides are very close together, where these 2 chlorides are away from each other. അതേ അമോണിയം നമ്മുടെ തൊട്ടായിൽ വരുന്നത് മറ്റൊരാളെന്നാണ്. ഇനിയിപ്പം A2B2 പകരം MA2BC എന്നായാലും യാതൊരു വ്യത്യാസമില്ല. BC എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 4 ലിഗൻഡ് 2 ഒരുപോലെ, 1 വേറെ. ഏകദേശം PT ശ്രദ്ധിക്കാം, NH3 2 A2, പിന്നെ 1 ക്ലോറൈഡും 1 ബ്രോമൈഡും വന്നു വിചാരിച്ചു. അപ്പോഴും ഇതേപോലെ തന്നെയാണ്. See that the chloride and bromide can be cis to each other. In that case, ammonia molecules will be cis to each other, no doubt, and the chloride and bromide will be trans to each other when the ammonia please bromide സ്ഥാനൂടി അമോണിയം സ്ഥാനൂടി മാറ്റി കഴിഞ്ഞാൽ അത് വേറൊരു മോളിക്യൂൾ ആണ്. മനസ്സിലായില്ലേ? The first one is called the cis isomer, other one is called the trans isomer. That is a diamine bromo chloro platinum 2. Diamine bromo chloro platinum 2. Diamine bromo chloro platinum 2 can be cis diamine bromo chloro platinum 2 and also trans diamine bromo chloro platinum 2. These 2 are different, no doubt. അപ്പോൾ ഈ ടൈപ്പ് മോളിക്യൂൾസിലൊക്കെ എന്തുണ്ടാവാം? സിസ് ട്രാൻസ് ഐസോമേഴ്സ് ഉണ്ടാവാം.
ഇനിയിപ്പോ 4 ലിഗൻസ് 4 വ്യത്യസ്തമാണെങ്കിൽ അതൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. പറയുന്നത് ക്ലിയർ ആണെന്ന് എന്റെ വിശ്വാസം. ഞാൻ നിങ്ങളോട് വീണ്ടും കൊണ്ട് പറയാണ്, എന്താ കണ്ടിട്ട് സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കണം. ആരും ചോദിക്കുന്നൊന്നും കാണുന്നില്ല, കാരണം കാണുന്ന ആൾക്കാരുടെ എണ്ണവും വളരെ കുറവാണ്. ഈ ടൈപ്പ് ഒരു മോളിക്കൂൾ നേരത്തെ, അതായത് 4 ലിഗൻസ് ABCD എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ലിഗൻഡ്. ഫോർ എക്സാമ്പിൾ PT, ഒരു NH3, ഒരു Cl, ഒരു H2O, ഒരു Br. MABCD മെറ്റൽ പാറ്റേണിലൂടെ അല്ലെങ്കിൽ A square planar complex general formula MABCD എന്ന് പറഞ്ഞ അർത്ഥം M is the metal, A, B, C and D are for different ligands. മനസ്സിലായോ? MA4 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെറ്റൽ ഒരേപോലത്തെ 4 ലിഗൻസ്. MA2B2 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മെറ്റലും ഈ 2 ലിഗൻസ് ഒരേപോലെയാണ്, A2 B2. മനസ്സിലായില്ലേ? ഇവിടെ എന്താണ്? ABCD 4 ലിഗൻസ് 4 ജാതിയാണ്. ഇവിടെ നമുക്ക് മനസ്സിലായി, ഓരോന്നാണ്. ബ്രോമൈഡ്, ക്ലോറൈഡ്, അമോണിയ, വാട്ടർ. അല്ലെങ്കിൽ അമോണിയ, ക്ലോറൈഡ്, പിന്നെ എന്താണ് pyridine, നൈട്രൈറ്റ്. അപ്പൊ അങ്ങനത്തെ പല ടൈപ്പ് ഉണ്ടാവാം. 2 ലിഗൻസ്, ഒരു 4 ലിഗൻസ്, 4 ജാതി വരുമ്പോഴേ can see that we can have 3 different isomers. മൂന്ന് ഐസോമേഴ്സ് വരച്ചിട്ടുണ്ട്. ഇത് വരക്കാൻ വലിയ പ്രയാസമില്ല. അത് ഒരെണ്ണത്തിന്റെ സ്ഥാനം ഫിക്സ് ആക്കി വെക്കും. നമുക്ക് നമ്മുടെ ഫിക്സ് അല്ല, അതേ സ്ഥാനത്ത് അമോണിയയുടെ സ്ഥാനം മാറുന്നില്ല. പിന്നെന്താണ്? അമോണിയക്ക് ട്രാൻസ് ആയിട്ട് ഇവിടെ വാട്ടർ ആണ്, അമോണിയക്ക് ട്രാൻസ് ആയിട്ട് ഇവിടെ ക്ലോറൈഡ് ആണ്, അമോണിയക്ക് ട്രാൻസ് ആയിട്ട് ഇവിടെ ബ്രോമൈഡ് ആണ്. മനസ്സിലല്ലോ പറഞ്ഞത്? ഇവിടെ അമോണിയം ബ്രോമൈഡും അടുത്തടുത്താണ്, ഇവിടെ അമോണിയം ബ്രോമൈഡും അടുത്തടുത്താണ്. ഇതിൽ അമോണിയം ബ്രോമൈഡും ട്രാൻസ് ആണ്. ഇതിൽ അമോണിയം ക്ലോറൈഡ് അടുത്തടുത്താണ്, ഇതിലും അമോണിയം ക്ലോറൈഡും അടുത്തടുത്തായിരിക്കും. പക്ഷേ ഇതിൽ അമോണിയം ക്ലോറൈഡും ട്രാൻസ് ആണ്. അമോണിയം വാട്ടർ ഇതിൽ ട്രാൻസ് ആണ്, ഇതിൽ സിസ് ആണ്, ഇതിലും സിസ് ആണ്. കാണുന്നില്ലേ? അപ്പൊ അങ്ങനെയാണ് 4 ഒരെണ്ണത്തിന്റെ സ്ഥാനം പറഞ്ഞ് മനസ്സിലുണ്ടോ? ഏത് ലിഗൻഡായാലും ഇങ്ങനെ 3 രീതിക്ക് കൺഫ്യൂഷൻ ഒന്നും ആക്കേണ്ട ആവശ്യമില്ല. ഒരെണ്ണം അവിടെ ഫിക്സ് ചെയ്ത് വെക്കുക, മറ്റേ അതിന്റെ നേരെ ഓപ്പോസിറ്റ് സ്ഥാനത്ത് വേറെ ഒന്ന് എഴുതുക, അതിനെ മാറ്റി കൊണ്ടുവരിക. ബാക്കി 2 അപ്പുറം ഇപ്പുറം ഇത് യാതൊരു വ്യത്യാസമില്ല. കാരണം ഇതൊരു പ്ലെയിനർ മോളിക്യൂളാണ്, ഇങ്ങനെ വരയ്ക്കാൻ പറ്റുന്ന മോളിക്യൂളാണ്. ഈ വാട്ടർ കൂടി ക്ലോറൈഡ് കൂടി എഴുതി കഴിഞ്ഞാലും അതും ഇതും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. പക്ഷേ ഈ അമോണിയം ബ്രോമൈഡും ഇവിടെ വരുന്നത് ഇങ്ങനെ എങ്ങനെ തിരിച്ചാലും അമോണിയം ബ്രോമൈഡ് ഇങ്ങനെ ആവില്ല. അത് രണ്ടും 2 മോളിക്യൂളാണ്. അതുപോലെ അമോണിയയും വാട്ടറും ഇങ്ങനെ വരുന്നത് എങ്ങനെ തിരിച്ചാലും ഇങ്ങനെ ആവില്ല. അപ്പൊ ഏറ്റവും എളുപ്പമുള്ള മാർഗം എന്താണ്? 4 ലിഗൻഡ് ആണെങ്കിൽ അതിന് 3 ഐസോമേഴ്സ് പോസിബിൾ ആണെന്ന് മനസ്സിലാക്കുക. അത് എഴുതണമെങ്കിൽ എന്ത് ചെയ്യുക? ഒരെണ്ണത്തിന്റെ സ്ഥാനം നമ്മൾ മേലത്തെ ടോപ്പ്, ടോപ്പ് ലെഫ്റ്റ് ഹാൻഡ് കോർണറിൽ ഒരു ലിഗൻഡ് ആണ്. ABCD എങ്കിൽ A ആണ് ഫിക്സ് ചെയ്യുക. ഒന്നിന് B എഴുതുക, വേറെ C എഴുതുക, ഒരു D എഴുതുക. ബാക്കി 2 അപ്പുറം ഇപ്പുറം എവിടെ എഴുതിയാലും കുഴപ്പമില്ല. മനസ്സിലായില്ലേ? സ്ക്വയർ പ്ലാനർ കോംപ്ലക്സിൽ M എന്നെഴുതി, A എന്നെഴുതി. പിന്നെ അതുപോലത്തെ 3 ഐസോമേഴ്സ് പോസിബിൾ ആണ്. എല്ലാത്തിലും A ന്റെ സ്ഥാനം ഫിക്സഡ് ആണ്. ഫിക്സ് ചെയ്ത് വെക്കുന്നത് നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയാണ്. മനസ്സിലായില്ലേ? പിന്നെ എന്ത് ചെയ്യുക? ഒന്നിലൂടെ B എന്ന് എഴുതുക, ഒന്നിലൂടെ C എന്ന് എഴുതുക, ഒന്നിലൂടെ D എന്ന് എഴുതുക. പിന്നെ 2 ഉണ്ട്. A D കഴിഞ്ഞ ബാക്കി B യും C യും. അത് നിങ്ങൾ ഇപ്പോഴും അപ്പുറം യാതൊരു പറയാത്തത്. A C കഴിഞ്ഞ ബാക്കി B യും D യും, A B കഴിഞ്ഞ ബാക്കി C യും D. ഇപ്പൊ എന്താണ്? 3 ഡിഫറെന്റ് ഐസോമേഴ്സ് ഓഫ് ദി സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ് വിത്ത് ദി ഫോർമുല MABCD. പറയുന്ന മനസ്സിലാണെങ്കിൽ പ്ലാറ്റിനം പറഞ്ഞ പോലെ പ്ലാറ്റിനവും 4 ഡിഫറെന്റ് ലിഗൻസ് വന്നു കഴിഞ്ഞാൽ 3 ഡിഫറെന്റ് ഐസോമേഴ്സ് പോസിബിൾ ആണ്. അധികം ബേജാറാവണ്ട. ഇതാണ് എന്ത്? ദാറ്റ് ഈസ് ദ geometrical isomers in the case of a square planar complexes. അപ്പോൾ തുടക്കത്തിൽ പറഞ്ഞു കോർഡിനേഷൻ നമ്പർ ലിഗൻസിന്റെ എണ്ണം, ലിഗൻസിന്റെ എണ്ണയിലെ ശരിക്കും വ്യത്യാസം നമുക്കറിയാം. കോർഡിനേഷൻ നമ്പർ 4 ആവുമ്പോഴും 6 ആവുമ്പോഴാണ് ഏറ്റവും കൂടുതൽ കോംപ്ലക്സിന്റെ ഇത് വരുന്നത്. അതായത് മോസ്റ്റ് ഓഫ് ദി കോംപ്ലക്സസ് ഹാവ് എ കോർഡിനേഷൻ നമ്പേഴ്സ് either 6 or 4. In the case of 4, there are 2 different geometries. We have seen the last class. That is a maybe tetrahedral or square planar. And in the case of tetrahedral complexes, there is no possibility of a geometrical isomerism, but in the case of square planar complexes, there is a possibility of geometrical isomerism, and we can see that this is a so-called cis-trans isomerism, especially shown by square planar complexes. And
മോസ്റ്റ് കോമൺ സ്ക്വയർ പ്ലാനർ കോംപ്ലക്സസ് ആർ ഫോംഡ് ബൈ പ്ലാറ്റിനം. പ്ലാറ്റിനവും പലേഡിയം ഒക്കെയാണ് കൂടുതലും എന്ത് ചെയ്യുന്നത് സ്ക്വയർ പ്ലാനർ, മറ്റും തേയില എന്നല്ല, കൂടുതൽ സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ് ഫോം ചെയ്യുന്നത് അതാണ്. അതിന് കാരണമൊക്കെ പറയും, നമ്മൾ പ്രത്യേകം ഭാവി പഠിച്ചതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ബിജിക്കൊക്കെ പഠിക്കുന്നതായിരിക്കും എന്തുകൊണ്ട് പ്ലാറ്റിനം സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ് ഫോം ചെയ്യുന്നുള്ള കാര്യം. തൽക്കാലത്തിന് മനസ്സിലാക്കുക. പ്ലാറ്റിനത്തിന്റെ പല കോംപ്ലക്സുകളും സ്ക്വയർ പ്ലാനർ 4 കോർഡിനേറ്റ് 4 കോർഡിനേഷൻ നമ്പർ 4 ആണെങ്കിൽ അത് സ്ക്വയർ പ്ലാനർ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ അതിൽ എന്തിന് സാധ്യതയുണ്ട്? ജോമെട്രിക് ഐസോമറിസം സാധ്യതയുണ്ട്, സിസ് ആൻഡ് ട്രാൻസ്. ഓക്കെ, പിന്നെ വരുന്ന കോർഡിനേഷൻ നമ്പർ പ്രധാനമായത് സിസ് കോർഡിനേറ്റ് കോംപ്ലക്സ് ആണ്. സിസ് കോർഡിനേറ്റ് കോംപ്ലക്സിന്റെ ജോമെട്രി എന്താണ്? അത് ഒക്ടാഹീഡ്രൽ ആണ്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഒക്ടാഹീഡ്രൽ. ദാറ്റ് ഈസ് the metal atom will be at the center and the 4 ligands will be at the 4 corners of a square and one above and one below. ഇങ്ങനെ ഉണ്ടാവും. അല്ലെങ്കിൽ ഇതാ മെറ്റൽ ആറ്റം 4 ലിഗൻസ്, 5ാമത്തത് 6ാമത്തത്. ഇത് ഒരു പ്ലെയിനിലുള്ള, ശ്രദ്ധിക്കുക, 4 ഒരു പ്ലെയിനിലായിരിക്കും, ഒന്ന് മേലെയും ഒന്ന് താഴെയായിരിക്കും. ദാറ്റ് ഈസ് ഒക്ടാഹീഡ്രൽ. നമ്മൾ സാധാരണ ഇങ്ങനെ വരച്ച് കാണാറുണ്ട്. 4 മൂല, 1 2 3 4 5 6. മനസ്സിലായില്ലേ? മെറ്റൽ ആറ്റം അറ്റ് ദി സെന്റർ. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാൻ, വര ബുക്കിലൊക്കെ ചിത്രം കാണാം. ഈ വര നമ്മുടെ സ്ക്വയറിന്റെ സൈഡ് കാണിക്കാൻ വേണ്ടി മാത്രം വരക്കുന്നതാണ്. ഇത് മെറ്റലും ഇതും തമ്മിൽ യാതൊരു ബോണ്ടും ഇല്ല. ബോണ്ട് ഉള്ളത് എവിടെയാണ്? ഇവിടെ ബോണ്ട് ഉണ്ട്, ഇവിടെ മെറ്റലിലേക്ക് എന്നത്. പിന്നീടാണ് ഇവിടെ ബോണ്ട് ഉണ്ട്, ഇവിടെ ബോണ്ട് ഉണ്ട്, ഇവിടെ ബോണ്ട് ഉണ്ട്, ഇവിടെ ബോണ്ട് ഉണ്ട്. ഇതും 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 നമ്മളിപ്പോൾ വരച്ചിരിക്കുന്നത് ആ സ്ക്വയറിന്റെ സൈഡ് കാണിക്കാൻ വരച്ചിരിക്കുകയാണെന്ന് മനസ്സിലാക്കുക. വേറൊരു ഭാഷ പറഞ്ഞാൽ ഇത് എക്സ് ആക്സിസ് ആണെങ്കിൽ ഇത് വൈ ആക്സിസ് ആയിരിക്കും, ഇത് സെഡ് ആക്സിസ് ആയിരിക്കും. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ 4 ആക്സിസിലും ഈ 2 ലിഗൻസ്, സോറി 3 ആക്സിസിലും ഈ 2 ലിഗൻസ് ആണുള്ളത്. സ്ക്വയർ പ്ലാനർ കോംപ്ലക്സിൽ എക്സ് ആക്സിസും വൈ ആക്സിസും ലിഗൻസ് ഉണ്ട്, സെഡ് ആക്സിസിൽ ഇല്ല. അതുകൊണ്ടാണ് അത് പ്ലാനർ ആയിരിക്കും. മനസ്സിലാക്കുന്നുണ്ടോ? ആക്സിസ് എക്സ് ആക്സിസ് വൈ ആക്സിസ്. മെറ്റൽ എവിടെയാണെങ്കിൽ എക്സ് ആക്സിസ് 2 ലിഗൻസ്, വൈ ആക്സിസ് 2 ലിഗൻസ്. ഇപ്പൊ എന്തായി? സ്ക്വയർ മനസ്സിൽ കാണാൻ വേണ്ടി പറയുന്നതാണ് സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ് ആയി. ഇനി ഒക്ടാഹെഡ്രലാണെങ്കിലോ 6 ലിഗൻസ് ഉണ്ട്, ബാക്കി 2 എവിടെയാണ്? ഒന്ന് ഇവിടെയാണ്, ഒന്ന് ബാക്കിലാണ്. ദാറ്റ് ഈസ് അലോങ് ദി സെഡ് ആക്സിസ്. അപ്പൊ അത്രയും വ്യത്യാസമുള്ള എന്ത് തമ്മിൽ? സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ്, ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ് തമ്മിൽ. സ്ക്വയർ പ്ലാനർ കോംപ്ലക്സ് ഹാവ് ലിഗൻസ് അലോങ് 2 ആക്സസ് ഓൺലി. എക്സ് വൈ സെഡ് ഏതെങ്കിലും ആവട്ടെ. 2 ആക്സിസിൽ ലിഗൻസ് ഉണ്ട്, ഈ 2 4 ലിഗൻസ്. മറ്റേതോ ഒക്ടാഹെഡ്രലോ 3 ആക്സിസിൽ ലിഗൻസ് ഉണ്ട്, 3 × 2 6 ലിഗൻസ്. Got the point? So in an octahedral complex we have ligands along the x-axis, y-axis and z-axis, whereas in a square planar complex we have ligands only along x-axis and y-axis, no ligand along the z-axis. പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? x-axis ലും y-axis ലും മാത്രമേ അവിടെ ligands ഉള്ളൂ, z-axis ligands ഇല്ല. 4 ligands ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് സ്ക്വയർ പ്ലാനർ ആണ്. പ്ലാനർ ആണ്, സ്ക്വയർ ആണ്. ഒക്ടാഹെഡ്രൽ ആകുമ്പോഴോ that is a yes, having ligands along on the 3 axes, 2 ligands each. 2 ആക്സില് 2 വൈയില് 2 സെന്റിൽ ഇതുപോലെ ഉണ്ടാവും. മനസ്സിലായില്ല? അപ്പോഴേ നമ്മളിവിടെ വരച്ചിരിക്കുന്ന മെറ്റല് ഇതാ, ഒരു ലിഗാൻഡ്, 2ാമത്തെ ലിഗാൻഡ്, 3ാമത്തെ ലിഗാൻഡ്, 4ാമത്തെ ലിഗാൻഡ്. ഇത് എക്സ് ആക്സിസ് സെഡ് ആക്സിസ് നേരെ പെർപെൻഡിക്കുലർ ആയിരിക്കും. 5ാമത്തെ ലിഗാൻഡ്, 6ാമത്തെ ലിഗാൻഡ്. ഇതാണ് ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിന്റെ ചിത്രം. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്തുണ്ടാവാം? ജോമെട്രിക് ഐസോമർസം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അധികം വലിച്ചു നീട്ടിൽ ഒരുപാട് ഇതിനെപ്പറ്റി വിശദീകരിക്കാനൊക്കെ അതിന് സമയമില്ല. നമുക്ക് ഇങ്ങനെ വരയ്ക്കുന്ന ഏറ്റവും എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞു, ഈ വരക്ക് വലിയ അർത്ഥമില്ല, ഈ വരക്കുന്ന അർത്ഥമില്ല, ഈ വരക്കും ഈ വരക്കും അർത്ഥമില്ല. കാരണം അങ്ങനെ ഒരു വരയില്ല. നമ്മൾ ഒരു സ്ക്വയറിന്റെ സൈഡാണ് എന്ന് കാണിക്കാൻ വേണ്ടി. അതായത് ഈ 4 ലിഗൻസും കൂടി ചേർത്ത് വരച്ചാലേ ഒരു സ്ക്വയർ കിട്ടും, അത്ര മാത്രമേ ഉള്ളൂ. 20 പോയിന്റ്. യഥാർത്ഥത്തില് ഒരു ലിഗാൻഡ്, 2ാമത്തെ ലിഗാൻഡ്, 3ാമത്തെ ലിഗാൻഡ്, 4ാമത്തെ ലിഗാൻഡ്, 5ാമത്തെ ലിഗാൻഡ്, 6ാമത്തെ ലിഗാൻഡ്. ഇങ്ങനെയൊക്കെ ലിഗാൻഡ്സ് ഉണ്ടാവാം. ഈ ചുവന്ന വഴിയൊക്കെ എന്താണ്? മെറ്റൽ ലിഗാൻഡ് കോർഡിനേറ്റ് ബോണ്ടാണ്. നമുക്ക് മനസ്സിലാവും, മെറ്റൽ ലിഗാൻഡ് നമ്മുടെ ബോണ്ടാണ്. എല്ലാം അടിയിൽ കൂടി പോയതുകൊണ്ടാണ് ഇവിടെ വരത്തിന് കാണാത്തത്. എൻ്റെ അടിയിൽ ഇത് പ്ലെയിൻ ആണ്, ഇതിൻ്റെ അടിയിൽ കൂടി പോകുന്നത്. മനസ്സിലായില്ലേ? ഒരു ബോണ്ട് 2 3 4 5 6 ലിഗാൻഡ് മെറ്റൽ ലിഗാൻഡ് ബോണ്ട് ഉണ്ട്. ഈ വരയിൽ ഞാൻ പറഞ്ഞ ഈ സ്ക്വയർ ബുക്കിലൊക്കെ കാണുന്നത് കൺഫ്യൂഷൻ വരുന്നത് ഈ ലിഗാൻഡ് യാതൊരു ബന്ധവുമില്ല. മനസ്സിലായില്ലേ? ഈ വരക്ക് അർത്ഥമില്ല. ഈ വര എന്തിനാണ് വരച്ചിരിക്കുന്നത്?
just to identify the side of the square or the side of the octahedron എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും octahedron എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക നമ്മൾ octahedron സാധാരണ ഇങ്ങനെ വരയ്ക്കുക സോറി ഇങ്ങനെ വരച്ചിട്ട് see എങ്ങനെ വരും അതേ ഒരു വരക്കും 1 2 3 4 see this is octahedron ഈ വരകളെല്ലാം നമ്മൾ octahedron രൂപം കാണിക്കാൻ വേണ്ടി വരയ്ക്കുന്നതാണ് നമ്മൾ octahedron എന്ന് പറഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കേണ്ടത് ഒരു നോട്ട്ബുക്കോ അല്ലെങ്കിൽ ഇപ്പൊ മെറ്റൽ ഇത് സ്ക്വയർ ആണെന്ന് വിചാരിക്കുക സ്ക്വയർ അല്ലേ ഇത് സ്ക്വയർ ആണെങ്കിൽ ഈ സ്ക്വയറിന്റെ സെന്ററിൽ മെറ്റൽ ഉണ്ട് മനസ്സിലായില്ലേ മെറ്റൽ is here 1 2 3 4 ligands are the four corners of square one is just above the square other one is just below the square this is x axis this is the y axis and this one is the z axis മനസ്സിലാകുന്നുണ്ടോ ഇത് x axis ഇത് y axis 90 ഡിഗ്രി ആംഗിൾ ഓക്കേ z axis നേരെ പെർപെൻഡിക്കുലർ x axis രണ്ട് ലിഗൻസ് ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ y axis രണ്ട് ലിഗൻസ് ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ z axis രണ്ട് ലിഗൻസ് ഒന്ന് മേലെയും ഒന്ന് താഴെയും മെറ്റൽ എവിടെ ഉണ്ടാവുക മെറ്റൽ ഈ ബുക്കിന്റെ അല്ലെങ്കിൽ സ്ക്വയറിന്റെ സെന്ററിൽ ഇവിടെ ഉണ്ടാവും അതാണ് അതിന്റെ ഷേപ്പ് മനസ്സിലായോ അങ്ങനെ വരുന്ന ഒരു കേസില് you can see that നേരത്തെ പറഞ്ഞതുപോലെ if you have a metal complex with the general formula Ma6 ആറ് ലിഗൻഡും ഒരുപോലെയാണെങ്കിൽ അതിൽ യാതൊരു ഐസോമർഫിസം സാധ്യത നമുക്കറിയാം എല്ലാ ലിഗൻഡും ഒരുപോലെയാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ CO NH3 6 times 3+ എന്നോ അല്ലെങ്കിൽ FeCN6 ആറ് ലിഗൻഡ് ഒരുപോലെയാണ് 4- എന്ന് വരുന്ന കേസിലൊക്കെ എല്ലാ ലിഗൻഡും ഒരുപോലെയാണ് അതെങ്ങനെ അറേഞ്ച് ചെയ്താൽ ഒരുപോലെ യാതൊരു വ്യത്യാസമില്ല ഇനി വേറൊരു ടൈപ്പാണ് Ma5B 5 ലിഗൻഡും ഒരുപോലെ ഒന്ന് മാത്രം വ്യത്യാസം ഇതുപോലെ CO NH3 5 times Cn plus ഇതുപോലെ ആറ് ലിഗൻഡ്സിന്റെ 5 അമോണിയാണ് ഒന്ന് എന്താണ് ക്ലോറൈഡ് ആണ് കാരണം കൊബാൾട്ടിന്റെ ഇത് നമ്മുടെ കോർഡിനേഷൻ നമ്പർ 6 ആണ് ഇവിടെ 6 ഇവിടെ 6 ഈ 6ൽ 5 അമോണിയ ഒന്ന് ക്ലോറൈഡ് ആണ് ഇപ്പൊ ഈ ക്ലോറൈഡ് ഇവിടെ എവിടെയായാലും ഇവിടെ ഏത് സ്ഥലത്തും ഒരുപോലെയാണ് കാരണം when we look from the metal we can see all the 6 points are identical why because 2 ligands are along x axis 2 ligands are along y axis 2 ligands are along z axis and we know there is no difference between x axis y axis z axis as long as the direction is correct only the direction is different ഒന്ന് ഇങ്ങോട്ട് x axis y axis z axis തിരിച്ചുവെച്ചാൽ x y ആവും y z ആവും ഒരു വ്യത്യാസമില്ല അതുകൊണ്ട് തന്നെ ഒരു ലിഗാൻഡ് വ്യത്യാസപ്പെട്ട് വന്നു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ക്ലോറൈഡോ അല്ലെങ്കിൽ ഒരു ബ്രോമൈഡോ ഒരു വാട്ടറോ അല്ലെങ്കിൽ 5ൽ നിന്ന് വ്യത്യസ്തമായ 6ാമത്തെ ലിഗാൻഡ് വന്നു കഴിഞ്ഞാൽ അത് ആ മോളിക്യൂൾ 6 സ്ഥാനങ്ങളിൽ എവിടെ വന്നാലും അത് ഒരുപോലെ തന്നെയാണ് യാതൊരു വ്യത്യാസമില്ല ഏതുപോലെ നമ്മൾ കഴിഞ്ഞ സ്ക്വയർ പ്ലാനർ കോംപ്ലക്സിന്റെ കേസിൽ Ma3B എന്ന് കണ്ടപ്പോൾ ആ ബി ആ 4 മൂലക്ക് എവിടെ വന്നാലും ഒരുപോലെയാണ് കാരണം എന്താണ് ആ മെറ്റൽ നോക്കിക്കഴിഞ്ഞാൽ 4 ലിഗൻഡ്സും ഒരേ അകലത്തിലും ഒരേ പോലെ യാതൊരു വ്യത്യാസമില്ല മനസ്സിലല്ലേ അപ്പൊ ബി എന്ന് പറഞ്ഞ സാധനം ഏത് ഈ സ്ക്വയറിന്റെ ഏത് മൂലയിൽ വന്നാലും ഒരുപോലെ അതേപോലെ ഇവിടെയും ഇപ്പറഞ്ഞ ബി എന്ന് പറഞ്ഞ സാധനം ഈ ഒക്ടാഹെഡ്രന്റെ ഏത് മൂലക്ക് വന്നാലും അത് ഇവിടെയായാലും ഇത് രണ്ടും വ്യത്യാസം തോന്നരുത് കേട്ടോ നിങ്ങൾക്ക് ഇത് വ്യത്യാസം 4 ഒരുപോലെ ഈ 2 വ്യത്യാസം തോന്നരുത് 6ഉം ഒരുപോലെയാണ് പറയുന്നത് ക്ലിയർ ആകുന്നുണ്ടോ അതുകൊണ്ട് തന്നെ ഈ ബിയുടെ സ്ഥാനം ഇമ്മെറ്റീരിയൽ ആണ് as long as the formula is Ma5B ഇനി ഒരു ബിയും കൂടി കൂട്ടാൻ നേരത്തോ A4B2 ആക്കാൻ നേരത്തോ ഇതുപോലെ ഇത് വെറുതെ ഒരു എക്സാമ്പിൾ പറയുന്നതാണ് കേട്ടോ NH3 4 Cl2 ഇത് 2+ ആണ് പ്ലസ് ഇതിലെന്താണുള്ളത് 4 അമോണിയയും 2 ക്ലോറൈഡുമാണ് അങ്ങനെ വരുമ്പോഴേ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഈ 2 ക്ലോറൈഡ് അടുത്ത് 4 അമോണിയ വിട്ടേക്ക് ബാക്കി സ്ഥലത്ത് 4 അമോണിയ ഈ 2 ക്ലോറൈഡ് അടുത്തടുത്ത് വരാം 2 ക്ലോറൈഡ് ഓപ്പോസിറ്റിൽ വരാം പറയുന്നത് മനസ്സിലാകണ്ട ഞാൻ നേരത്തെ പറഞ്ഞു x ആക്സിസിൽ 2 ലിഗാൻഡ്സ് y ആക്സിസിൽ 2 ലിഗാൻഡ്സ് z ആക്സിസിൽ 2 ലിഗാൻഡ്സ് അപ്പൊ ഈ 2 ക്ലോറൈഡ് രണ്ടും x ആക്സിസിൽ വരാം ഒന്ന് എക്സിലും വൈയിലും വരാം അല്ലെ എക്സിലും സെറ്റിലും വരാം എക്സും വൈയും വന്ന യാതൊരു വ്യത്യാസമില്ല പക്ഷേങ്കിൽ ഇവിടെ എന്താണ് നമ്മുടെ ബി എന്ന് വരുന്നതും അല്ലാതെ ബാക്കി 4 സ്ഥലത്ത്
ഈ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ചിലപ്പോൾ ഈ ബി ട്രാൻസ് ആയിട്ട് വരാം, ബി സിസ് ആയിട്ട് വരാം. ബി ഇവിടെ വന്നാൽ യാതൊരു വ്യത്യാസമില്ല. അത് ഇതുപോലെയാണ്, അത് ഇതുപോലെ തന്നെയാണ്. ഇവിടെ വരാം, ഇവിടെയും വരാം, ഇവിടെ വരാം, ഇവിടെ വരാം. മനസ്സിലായില്ലേ? ഇവിടെയും വന്നാലും വ്യത്യാസമില്ല, ഇവിടെയും വന്നാലും വ്യത്യാസമില്ല. നമുക്ക് വ്യത്യാസം തോന്നുന്നുണ്ടാവും, പക്ഷേ വ്യത്യാസമില്ല. കാരണം എന്താണ്? 4 എണ്ണം ഒരു പ്ലെയിനിലും ഒന്ന് മേലെ ഒന്ന് താഴെയാമോ. ഈ മേലത്തെ സ്ഥാനം നോക്കിക്കഴിഞ്ഞാൽ ഈ 4 സ്ഥാനം ഒരുപോലെയാണ്, യാതൊരു വ്യത്യാസമില്ല. അതുകൊണ്ട് തന്നെ ഈ B4 B2 എന്നുള്ള സാധനത്തിന് 2 സാധ്യതകളേ ഉള്ളൂ. ഒന്നെന്താണ്? സിസ് ആണ്, ഇതുപോലെയാണ്. മറ്റേത് ട്രാൻസ് ആണ്. ഈ പൊസിഷൻ നമ്പർ ചെയ്യുന്നത് നമ്മളിങ്ങനെയാണ്. 1 എന്ന് നമ്പർ ചെയ്ത് കഴിഞ്ഞാൽ 2, 3, 4, 5, 6. പൊസിഷൻ നമ്പർ 1ൽ നോക്കുമ്പോൾ നമ്പർ 2ഉം 3ഉം 4ഉം 5 ഒരുപോലെയാണ്. 6 മാത്രമേ വ്യത്യാസമായിട്ടുള്ളൂ, മനസ്സിലാക്കുക. പൊസിഷൻ നമ്പർ 5ൽ നോക്കുമ്പോൾ 3 മാത്രമേ വ്യത്യാസമായിട്ടുള്ളൂ. 1ഉം 2ഉം 4ഉം 6ഉം ഒരുപോലെയാണ്. പൊസിഷൻ നമ്പർ 2ൽ നോക്കുമ്പോൾ 4 മാത്രമേ വ്യത്യാസമായിട്ടുള്ളൂ. 1ഉം 3ഉം 5ഉം 6ഉം ഒരുപോലെയാണ്. ഏത് സ്ഥലം നോക്കിക്കഴിഞ്ഞാലും 4ൽ നോക്കിക്കഴിഞ്ഞാലോ 2 മാത്രമേ വ്യത്യാസമായിട്ടുള്ളൂ, ബാക്കി 4ഉം ഒരുപോലെയാണ്. 5 നോക്കുമ്പോഴോ 3 ഒരുപാട്, ബാക്കി 1, 2, 4, 6 ഒരുപോലെയാണ്. പറയുന്നത് മനസ്സിലാകുന്നത് നിങ്ങൾക്ക്? അതാണ് കാര്യം. അപ്പോഴേ 2 ലിഗൻഡ്സ് വ്യത്യസ്തമായി 6 ലിഗൻഡ്സിൽ 2 എണ്ണം വ്യത്യസ്തമായി വരികയാണെങ്കിൽ ആ 2 എണ്ണവും ഒരേ ആക്സിസിൽ വരാം. അല്ലെങ്കിലോ ഏതെങ്കിലും 2 എക്സിലും വൈയിലോ സെഡിലോ, എക്സിലും സെഡിലോ എന്തിലായാലും യാതൊരു കുഴപ്പമില്ല. ആദ്യത്തെ പറഞ്ഞത് ട്രാൻസ് ഇങ്ങനെ വന്നാൽ മറ്റേത് സിസ്, അല്ലെങ്കിൽ എന്താണ് നമ്മൾ 1, 2 എന്ന് പറയും, മറ്റേതിന് 1, 6 എന്ന് പറയും. അത് 2ലായാലും 3ലായാലും 4ലായാലും 5ലായാലും നമുക്ക് 1, 2 എന്ന് പറയാം. കാരണം എന്താണ്? 2ഉം 3ഉം 4ഉം 5ഉം as far as we look from 1, all these 4 are exactly identical. 1, 2, 3 എല്ലാം ഒരുപോലെയാണ്. പറഞ്ഞ് ക്ലിയർ ആകുന്നുണ്ടോ? അപ്പോൾ ഏറ്റവും ചുരുക്കിയ ഭാഷ പറഞ്ഞാൽ ഈ മോളിക്യൂളിന് എത്ര ഐസോമേഴ്സ് ഉണ്ട്? 2 ഐസോമേഴ്സ്. എന്ത് ഐസോമർ? അതാണ് സ്റ്റീരിയോ, എന്താണ് ജോമെട്രിക്കൽ ഐസോമേഴ്സ്. 2 എണ്ണേ ഉള്ളൂ. ഒന്നെന്താണ്? ഒന്ന് we call the cis isomer or the 1,2 isomer എന്ന് പറയും. മറ്റേതോ ട്രാൻസ് ഐസോമർ എന്ന് പറയുന്നെങ്കിലോ 1,6 ഐസോമർ എന്ന് പറയും. സോ എനി ഒക്ടാഡൽ കോംപ്ലക്സ് ശ്രദ്ധിക്കുക വിത്ത് ദി ജനറൽ ഫോർമുല MA4B2. A4B2 എന്ന് മനസ്സിലുണ്ടല്ലോ. 6 ലിഗൻഡ്സിൽ 4 എണ്ണം ഒരേ ടൈപ്പ്, 2 എണ്ണം വേറൊരു ടൈപ്പ്. ഇതുപോലെ 4 അമോണിയ 2 ക്ലോറൈഡ്, അല്ലെ 4 അമോണിയ 2 വാട്ടർ, അല്ലെ 4 വാട്ടർ 2 അയഡൈഡ്, അല്ലെ 4 പിരിഡിൻ 2 അമോണിയ, എന്തെങ്കിലും ആവട്ടെ. 4ഉം 2ഉം ആയി വരുമ്പോൾ ആ 4 അതിന് എത്ര ഐസോമേഴ്സ് പോസിബിൾ ആണ്? 2 ഐസോമേഴ്സ് മാത്രമേ പോസിബിൾ ഉള്ളൂ. ഒന്ന് സിസ് ഐസോമർ എന്ന് പറയും, മറ്റേതിന് ട്രാൻസ് ഐസോമർ. സിസ് ഐസോമർ എന്ന് പറഞ്ഞാൽ they are at 1, 2 പൊസിഷൻസ്. ഒരു ലിഗൻ നോക്കി അടുത്ത് കാണാം മറ്റേ ലിഗൻ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ പോയിന്റ് എല്ലാം അടുത്താണ്. ഇവിടെ നേരത്തെ പറഞ്ഞ 4 എണ്ണം ഒന്ന് മേലെ, ഈ മേലത്തെ സ്ഥാനത്ത് നോക്കിക്കഴിഞ്ഞാൽ 4 ഒരുപോലെയാണ്, യാതൊരു വ്യത്യാസമില്ല. പറഞ്ഞ മനസ്സിലായില്ലേ? അതേപോലെ നേരെ മറിച്ച് 6ാമത്തെ സ്ഥാനം കുറെ അകലെയാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം കടന്ന് ഇപ്പുറത്താണ്. അപ്പോൾ ബി എന്ന് പറഞ്ഞ ഒന്നുകൂടി അകലെ, മറ്റേ ബി ഇവിടെ എവിടെയെങ്കിലും ആയിക്കഴിഞ്ഞാൽ അത് ഒരുപോലെയാണ്. പക്ഷെ മറ്റേ ബി ഈ താഴെ അകലെ, അത് വ്യത്യസ്തമാണ്. മനസ്സിലാക്കുക. 2 ഐസോമേഴ്സ് 1, 2 and 1, 6. കടന്ന് മനസ്സിലാക്കിയേക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ആക്സിസ് ഓർത്താൽ മതി. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, സെഡ് ആക്സിസ്. ആക്സസുകൾ തമ്മിൽ യാതൊരു വ്യത്യാസമില്ലെന്ന് മനസ്സിലാക്കുക. 2 ലിഗൻഡും ഒരേ ആക്സിസിൽ വന്നാൽ ഒരു ടൈപ്പ്, 2 ലിഗൻഡ്സ് 2 ആക്സിസിൽ വന്നാൽ വേറെ ടൈപ്പ്. അത്രേ. ഇത് ഒരേ ആക്സിസിൽ വന്നാൽ 1,6 ഐസോമർ എന്ന് പറയും, ട്രാൻസ് ഐസോമർ. ഏതൊക്കെ 2 വ്യത്യസ്ത ആക്സിസിൽ വന്നാൽ അതിനെ 1, 2 ഐസോമർ എന്ന് പറയും, ദാറ്റ് ഈസ് ദ സിസ് ഐസോമർ. അത് 1, 2 എന്നാവാം, 2, 3 എന്നാവാം, 1, 3 എന്നാവാം, 3, 4 എന്നാവാം, 4, 5 എന്നാവാം, 2, 5 എന്നാവാം, 1, 5 എന്നാവാം, 1, 4 എന്നാവാം. എല്ലാം ഒരുപോലെയാണ്, യാതൊരു വ്യത്യാസമില്ല. പക്ഷേ 1, 6 എന്ന് വന്നാൽ, അല്ലെങ്കിൽ 2, 4 എന്ന് വന്നാൽ, അല്ലെങ്കിൽ 3, 5 എന്ന് വന്നാൽ അത് വേറെ, അതെല്ലാം ഒരുപോലെയാണ്, അത് വേറെ ഐസോമറാണ്. നേരത്തെ പറഞ്ഞാൽ കൊടുക്കൂല, അത് 1, 6 ആണ്. 3, 5 എന്ന് പറഞ്ഞാലും 2, 4 എന്ന് പറഞ്ഞാലും 1, 6 എന്ന് പറഞ്ഞാലും എല്ലാം ഒന്നാന്ന് മനസ്സിലാക്കുക. അത് ട്രാൻസ് ഐസോമർ ആണ്, മറ്റവൻ സിസ് ഐസോമർ ആണ്. ഓക്കെ. ഇനി വേറൊരു സാധ്യതയാണ് A3B3. 3 ലിഗൻഡ് ഒരുപോലെയും 3 ലിഗൻഡ് വ്യത്യസ്തമായിട്ട്. ഇതാ സാധനം
3 അമോണിയം 3 ക്ലോറൈൻ. ഇങ്ങനെ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഏറ്റവും എളുപ്പം മനസ്സിലാക്കാൻ എക്സ് ആക്സിസിൽ 2 ലിഗാൻസ്, വൈ ആക്സിസിൽ 2 ലിഗാൻഡ്, സെഡ് ആക്സിസിൽ 2 ലിഗാൻഡ്. നമ്മൾ എയോ ബിയോ ഏതെങ്കിലും എടുക്കുക. 3 എ ഉണ്ട് 3 ബി ഉണ്ട്. ബി എടുത്താൽ 3 ബി എടുക്കുക. ഈ 3 ബിയും തരുമ്പോൾ ഒരു ബി എക്സ് ആക്സിസിൽ, ഒരു ബി വൈ ആക്സിസിൽ, ഒരു ബി സെഡ് ആക്സിസിൽ ഇങ്ങനെ വരാം. അല്ലെങ്കിലോ 2 ബികൾ ഏതെങ്കിലും ഒരു ആക്സിസിൽ, മൂന്നാമത്തെ ബി വേറൊരു ആക്സിസ്. ഈ 2 സാധ്യതകൾ മാത്രമേ ഐസോമർസത്തിനുള്ളൂ. കൂടുതൽ വിശദീകരിക്കാൻ സമയത്തൊക്കെ പറയാൻ ഈ 2 സാധ്യതകളുള്ളൂ. All the 3 identical ligands are present one each along each axis, or of the 3 identical ligands, B and C, 2 are along a particular axis and 1 is in a different axis. അത് ഏതെങ്കിലും ആയിക്കോട്ടെ. 2 എക്സിലും 1 വൈയിലും, 2 വൈയിലും 1 സെഡിലും, 2 വൈയിലും 1 എക്സിലും, 2 സെഡിലും 1 വൈയിലും, എങ്ങനെയായാലും കുഴപ്പമില്ല. അല്ലെങ്കിലോ 1 എക്സിൽ 1 വൈയിൽ 1 സെഡിൽ. അതൊരു ഗ്രൂപ്പ്. that is called the 1, 2, 3 ഐസോമർ. നമുക്ക് മറ്റു പേർ സാധ്യത തോന്നുന്നത് അങ്ങനത്തെ ഒന്നും ഇല്ല. അത് ശരിക്കും മനസ്സിലാക്കിയിട്ട് ജോമെട്രി മനസ്സിലാക്കിയാലേ ആ സാധ്യത. 1, 2, 3 ഐസോമർ. 1, 2, 3. അപ്പൊ എന്താ കാണുന്നത്? 1 എക്സ് ആക്സിസിൽ, 1 വൈ ആക്സിസിൽ, 1 സെഡ് ആക്സിസ്. അല്ലെങ്കിൽ പിന്നെ എന്താ പറഞ്ഞത്? ഏതെങ്കിലും 2 ഒരേ ആക്സിസിൽ പിടിയില്ലാന്നിരിക്കോ, അത് പിടിയുണ്ടോ. അപ്പോൾ എന്താ കാണുന്നത്? 1, 2, 6 ഐസോമർ. ഈ 1, 2, 3 നിർത്തിയത് നോക്കി നിങ്ങൾ. 1, 2, 3 1, 2, 3 ആകുമ്പോഴേ 1 2 6 ആണ്, 2 3 6 ആണ്, 3 1 6 ആണ്. സോ ദിസ് ഈസ് ദ 6 ഐസോമർ എന്ന് പറയും. 6 ഐസോമർ ഓർ 1, 2, 3 ഐസോമർ. ഇതോ ഈ 2 ബി നോക്കിയേ, 2 ബി ട്രാൻസ് ആയിട്ടാണ് വരുന്നത്. ദാറ്റ് ഈസ് ദ ട്രാൻസ് ഐസോമർ ഓർ ദി 1, 2, 6 ഐസോമർ. ഇവിടെ 6 ട്രാൻസ് എന്നുള്ള വാക്കിനേക്കാൾ കൂടുതൽ ഇവിടെ പറയുന്നത് ഫേഷ്യൽ ഐസോമർ. ചുരുക്കിയിട്ട് FAC, ഫേസ് അല്ലെ ഫാക്ട് എന്ന് പറയും. ഇതിന് പറയുന്ന പേര് ഫേഷ്യൽ. പിള്ളേർ എഴുതാം ഫേഷ്യൽ. ഇതിൻ്റെ മെരിഡിയോണൽ ഐസോമർ എന്ന് പേര് കുറച്ച് ബുദ്ധിമുട്ടാണ്. മെരിഡിയോണൽ സാധാരണ ഇതിൽ 3 അക്ഷരം എഴുതു. MER എന്ന് എഴുതും. ഇവിടെ FAC എന്ന് എഴുതും. സോ എനി octagonal complex with general formula Ma3B3 can have and actually has only 2 isomers. The first one is called the 1, 2, 3 isomer or the cis isomer or the facial isomer. രണ്ടാമത്തെ പേരെന്താണ്? The 1, 2, 6 isomer or the trans isomer or the meridional isomer. In meridional isomer we have any one axis having 2 ligands, identical ligands, and the other ligand of that group will be present on another axis, or we can say of the 3 A's or 3 B's. 2 A 3 ennaanu, but 2 will be along one axis, other will be another any other axis. And the case of the cis isomer or the 1, 2, 3 isomer of the 3 identical ligands, each one will be in one. അപ്പോൾ A സ്വാഭാവികമായിട്ട് ഒരു A ഇത് 3 B ആണെങ്കിൽ A യും cis ആയിരിക്കും. മനസ്സിലായില്ലേ? ഇത് അതുപോലെ തന്നെ ഇതിങ്ങനെയും ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതാ 1, 2, 3 അവിടെ ഉണ്ട്. 1, 2, 6 ആയിരിക്കും. ഇതാ B ആയിരിക്കും. അപ്പൊ എന്റെ സ്ഥാനം നോക്കിയേ, 2 A ഒരേ ആക്സിസിലും ഒരേ വേറെ 2 B ഒരേ ആക്സിസിലും 1 B വേറെ ആക്സിസിലും ആണെങ്കിൽ 2 A ഒരേ ആക്സിസിലും മറ്റേ A മറ്റേ ആക്സിസിലും ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്റെ കേസ് ആയാലും ബിന്റെ കേസ് ആയാലും Ma3B3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലത്തെ കോംപ്ലക്സില് 2 geometrical isomers പോസിബിൾ ആണ്. ഒന്ന് the facial isomer or the cis isomer or the 1, 2, 3 isomer, in which case each axis have a ligand of a particular shape. Shape ila particular nature, അതായത് CO, AO, BO അല്ലെങ്കിൽ ക്ലോറൈഡോ അമോണിയോ ഓരോ ആക്സിസിലും ഓരോ അമോണിയോ മാത്രമേ ഉണ്ടാവും. In the other isomer, that is the trans isomer or the meridional isomer or the 1, 2, 6 isomer, as 2 identical ligands will be along a particular axis.
രണ്ട് ബി ഒരേ ആക്സിസിൽ, അല്ലെങ്കിൽ രണ്ട് ബി ഒരേ ആക്സിലാകുമ്പോൾ രണ്ട് എ ഒരേ ആക്സിസിലായിരിക്കും. അത് മനസ്സിലാക്കുക.